അല്ലടാ, നീ കഴിച്ചായിരുന്നോ? ഓ കഴിച്ചായിരുന്നേട്ടാ. അച്ഛന്റെ കൂടെ എന്നാ കഴിച്ചേ. അച്ഛനും ഋഷിയും എല്ലാരും കഴിച്ചു. സാറാ, ഞാൻ നിന്നോട് പലവട്ടം പറഞ്ഞിട്ടുണ്ട്, നിന്നോട് കഴിച്ചോന്ന് വെച്ചാ നീ കഴിച്ചെന്ന് പറ. എനിക്ക് നീ കഴിച്ചോന്ന് മാത്രം അറിഞ്ഞാ മതി. ബാക്കിയുള്ളൊരു കാര്യം എനിക്ക് നോക്കേണ്ട ആവശ്യമില്ല. സോറി ഏട്ടാ. അത് പിന്നെ വീട്. അല്ല, നീ ഇന്ന് കോളേജിലേക്ക് പോകുന്നില്ലേ? പോണേട്ടാ. ഇപ്പൊ തന്നെ ടൈം 8:15. ഇനിയിപ്പോ എപ്പോ പോവാനാ? വേഗം റെഡി ആയിട്ട് വാ, ഞാൻ തന്നെ നിന്നെ ഡ്രോപ്പ് ചെയ്തേക്കാം. അയ്യോ, അതിന്റെ ആവശ്യമില്ല ഏട്ടാ. ഏട്ടനല്ലേ പറഞ്ഞേ എന്തോ എമർജൻസി കേസ് ഉണ്ടെന്ന്. ചേട്ടൻ ചെല്ലേ, ഞാനേ ഋഷിന്റെ കൂടെ പോയിക്കോളാം. അല്ല, അപ്പോ അവനിന്ന് കോളേജില്ലേ? ഇല്ല, എന്തോ ലീവാന്നാ പറഞ്ഞേ. നോക്കി പോട്ടോ. അവിടെ എത്തിയ ശേഷം അവനൊന്ന് വിളിച്ചു പറയാൻ പറയ്. ഓക്കേ ഏട്ടാ. വേറെന്തെങ്കിലും വേണോ? ഹേയ് വേണ്ടടാ. പിന്നെ ഇന്ന് ഹോസ്പിറ്റലിന് നൈറ്റ് വരാന് കുറച്ച് ലേറ്റ് ആവട്ടോ. അതുകൊണ്ട് നീ നേരത്തെ കഴിച്ചിട്ട് കിടന്നോ. ഓക്കേ ഏട്ടാ. സിദ്ധു. അല്ല, ഇവളെന്തിനാ വീണ്ടും ഇങ്ങോട്ടേക്ക് എഴുന്നള്ളിയേക്കുന്നേ? ശ്രീജ, നീ എന്താ ഇവിടെ? എനിക്ക് വരാൻ പാടില്ലെന്നുണ്ടോ? സിദ്ധു. സാറാ, ഞാൻ പറഞ്ഞില്ലായിരുന്നോ എനിക്ക് എമർജൻസി കേസായിട്ട് ഹോസ്പിറ്റലിൽ വരെ ഒന്ന് പോവാനുണ്ട്. അതിനു മുന്നേ വന്ന കാര്യം എന്താന്ന് വെച്ചാ പറഞ്ഞിട്ട് വേഗം പോവാൻ പറയ്. 2 കൊല്ലായിട്ട് ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ടോ മരിച്ചോന്ന് ഒന്നും അന്വേഷിക്കാൻ വന്നിട്ടില്ല. ഒരു കോളില്ല, ഒരു മെസ്സേജില്ല, ഒന്നുമല്ല. എന്താ സിദ്ധു, അപ്പൊ നിനക്ക് എന്നെ വേണ്ടേ? സാറാ, എനിക്ക് ടൈമായി, ഞാൻ പോവാട്ടോ. അങ്ങനെ പോയാൽ എങ്ങനെ സിദ്ധു? നിന്നോടല്ലേ ഞാൻ സംസാരിച്ചോണ്ടിരിക്കുന്നേ. ഏട്ടാ, ഇങ്ങനെ കേട്ട പാതി കേൾക്കാതെ പാതി എണീച്ചു പോയാൽ എങ്ങനെ? അതവളെ ഇൻസൾട്ട് ചെയ്തതിന് തുല്യല്ലേ? അവക്ക് ഇൻസൾട്ട് ആവണെങ്കിൽ ആവട്ടെ, അതിനെ ഞാൻ എന്ത് ചെയ്യണം? അല്ല, അവക്ക് ഇൻസൾട്ട് ആവണ്ടോ ഇല്ലയോ എന്നൊക്കെ ചിന്തിക്കാൻ അവൾ എന്റെ ആരാ? 2 കൊല്ലം മുന്നേ പോയവളായിട്ട് തന്നെ ഇരിക്കട്ടെ. അല്ലാതെ ഇപ്പൊ കേറി വന്നെന്ന് വിചാരിച്ച് എനിക്ക് അവളോട് സംസാരിക്കേണ്ട ഒരു ആവശ്യമില്ല. എന്നാ ഏട്ടൻ ചെല്ലേ, ഏട്ടന് ടൈം ആയില്ലേ? സാറാ, അപ്പൊ നിന്റെ കടയിലും ഞാൻ അവിടെ നിൽക്കുന്നത് കാണില്ലേ? എന്താ എല്ലാരും കൂടെ മനപ്പൂർവ്വം അവളോട് ചെയ്യാണോ? ശ്രീജ, നീ തന്നെ ശരിക്കും ഒന്ന് പറഞ്ഞേ. ഇപ്പോ നീ ഇങ്ങനെയൊക്കെ സംസാരിച്ചിട്ട് എന്താ കാര്യം? 2 കൊല്ലം മുന്നേ നീ ഇവിടുന്ന് പറഞ്ഞിട്ട് പോയതൊക്കെ നീ മറന്നോ? അത് പിന്നെ ഞാൻ എന്റെ സിറ്റുവേഷൻ കൊണ്ട് പറഞ്ഞു പോയതല്ലേ. എന്ത് സിറ്റുവേഷൻ? അതും കൂടെ ഒന്ന് പറ. അത് പിന്നെ ഞാൻ പറയട്ടെ. നീ 10th മുതലേ എന്റെ ഏട്ടനെ വൈത്താലെ വൺ സൈഡ് ലവാന്ന് പറഞ്ഞ് നടക്കാൻ തുടങ്ങിയിട്ട് അപ്പോഴൊക്കെ എന്റെ ഏട്ടൻ റിജക്ട് ചെയ്തെങ്കിലും ഒരു ടൈം കഴിഞ്ഞപ്പോ
മനുഷ്യനെ തീ തീറ്റിച്ചിട്ട് ഇവരത് എവിടെ പോയി? അല്ലെങ്കിൽ തന്നെ രാവിലെ ജോസ് വിളിച്ചപ്പോ മുതലേ എനിക്ക് ഈ പേടി മനസ്സിന് വിട്ടു പോകുന്നില്ല. ഇനി അവനൊക്കെ എന്തെങ്കിലും ചെയ്തു കാണോ? ഹേ, ഇല്ല ഇല്ല, അങ്ങനൊന്നും ഉണ്ടാകത്തില്ല. ഞങ്ങൾ എവിടെയാണെന്ന് പോലും അവൻ അറിയത്തില്ല. പിന്നെ എങ്ങനെ? ജെയ്സൺ പ്ലീസ് ഒന്ന് കോൾ എടുക്ക്. ഇതേതാ പുതിയ നമ്പറിന്ന് കോൾ വരുന്നേ? ഹലോ ഹലോ, ആരാ? ലയ, അത്ര പെട്ടെന്ന് നീ നിന്റെ ആദ്യ ഭർത്താവിനെ മറന്നോ? ദേ ജോസ്, മിണ്ടാതെ വെച്ചിട്ട് പോയിക്കോ. ആരാ നിനക്ക് നല്ലത്? അല്ലെങ്കിൽ തന്നെ മനുഷ്യൻ തീ തിന്ന് നിൽക്കുക. അപ്പഴാ എനിക്ക് നിന്നോട് സംസാരിക്കാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞില്ലേ? പിന്നെ പിന്നെ എന്തിനാ വിളിച്ച് ശല്യം ചെയ്യുന്നേ? ഞാൻ വെക്കാൻ പോവാ. ഇനി മേലെ വിളിച്ചു പോയത്. വെയിറ്റ്. അതിനു മുന്നേ അല്ല, ജെയ്സന് നിന്നെ തനിച്ച് ഒറ്റക്കാക്കി എവിടെ പോയതാ? ജോസ്, ജോസന്നെ, നിന്റെ ആദ്യ ഭർത്താവ് ജോസന്നെ. അല്ലല്ലയാ, നിങ്ങൾക്ക് രണ്ടുപേർക്കും ആലുവയിൽ എന്താ കാര്യം? അതും നിന്നെ അവിടെ തനിച്ചാക്കി അവൻ ഒറ്റയ്ക്ക് പുറത്ത് പോവാൻ മാത്രം. ഇനിയിപ്പോ പുറത്തവന് വേറെ വല്ല സെറ്റപ്പ് ഉണ്ടോ? ദേ ജോസ്, മര്യാദയ്ക്ക് ഫോൺ വെച്ചോ. ആരാ നിനക്ക് നല്ലത്? കൂൾ ബേബി കൂൾ. ഞാൻ ചോദിച്ചതിനുള്ള ഉത്തരം നീ പറഞ്ഞില്ലല്ലോ. നിന്നെ അവിടെ ഒറ്റക്കാക്കി ജെയ്സിനെ അവിടെ പോയതാ? അവൻ എവിടെ പോയതായിക്കോട്ടെ, അതൊക്കെ ചോദിക്കാൻ നീ ആരാ? അത് ശരിയാ. അവൻ എവിടെങ്കിലും പോയിക്കോട്ടെ, അത് ചോദിക്കാൻ ഞാൻ ആരാ? ബട്ട് ബേബി, യു നോ വൺ തിങ്, ഞാൻ രാവിലെ പറഞ്ഞ കാര്യൊക്കെ നീ മറന്നോ? ജോസ്, നീ എന്താ ജോസ് പറയുന്നേ? നീ എന്താ ജെയ്സന് ചെയ്തേ? പറ. ഞങ്ങൾ ആലുവയിലുള്ള കാര്യം നിന്നോട് ആരാ പറഞ്ഞേ? നീ സത്യം പറ. ആരാ നിനക്ക് നല്ലത്? കൂൾ ഹണി, നിന്റെ കെട്ടിയവൻ ഇവിടെ ആരോഗ്യത്തോടെ നിൽക്കുമ്പോ വല്ലവനും വേണ്ടി നീ എന്തിനാ എമോഷണൽ ആവുന്നേ? ദേ ജോസ്, എന്റെ ക്ഷമയ്ക്ക് ഒരു പരിധി ഉണ്ട് പറഞ്ഞേക്കാം. നീ ജെയ്സൺ എന്താ ചെയ്തേ? പറ. അവൻ എവിടെ? പോയിട്ട് ഇപ്പൊ വരാന്ന് പറഞ്ഞതാ. അരമുക്കാൽ മണിക്കൂറായി അവനെതിരായിട്ട് കാണുന്നില്ല. നീ സത്യം പറഞ്ഞോ? അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ കംപ്ലൈന്റ് കൊടുക്കും പറഞ്ഞേക്കാം. എല്ലാം ഫോണിൽ കൂടെ തന്നെ പറഞ്ഞ അതിനൊരു ത്രില്ല് ഉണ്ടാകത്തില്ലല്ലോ ബേബി. അതുകൊണ്ടേ വെയിറ്റ് ആൻഡ് സീ. നീ നിന്റെ കണ്ണ് നിറയെ കാണ്. ഓക്കെ, ബൈ. ഹലോ ഹലോ ജോസ്, ഹലോ. നീഴൽ തരും ഇവൾ പാർവൈ വഴിയെങ്കും ഇനി തേവൈ ഉയിരേ. എന്താടി ഇങ്ങനെ കണ്ണെടുക്കാതെ എന്നെ നോക്കി നിൽക്കുന്നേ? എന്തേ, ഞാൻ അറിയാണ്ട് എന്നെ സൈറ്റ് അടിക്കുകയാണോ? ആരെ? നിന്നെ കറണ്ടിൽ കൊണ്ടേ കൈ വെച്ച് ഷോക്ക് അടിച്ച് കിടന്നാലും കിടക്കുന്നല്ലാതെ നിന്നെ ഒന്നും ഒരു കാലത്ത് ഞാൻ സൈറ്റ് അടിക്കാൻ പോണില്ല. അത് നീ വെറുതെ വിചാരിക്കുക. ഒരു ദിവസം ഞാൻ പഠിച്ച കോളേജിലൊന്ന് പോയി നോക്ക്. അന്നേരം അറിയും ഈ കിമ്മിനെ ക്രഷ് അടിച്ച എന്തോരം പെമ്പിള്ളേരുണ്ടെന്ന്. ലിസ്റ്റിലൊന്നും ഒതുങ്ങത്തില്ല, അറിയോ? എന്നാ പിന്നെ എല്ലാരെ പേരും കൂടെ കൂട്ടി ഒരു റേഷൻ കാർഡ് ഉണ്ടാക്കിയാലോ? തമാശ. പിന്നെ ചിരിക്കാൻ കേട്ടാ. ഈയിടെയായിട്ട് നിന്റെ വളിഞ്ഞ തമാശന്റെ എണ്ണം കുറച്ച് കൂടുന്നുണ്ടോന്നൊരു സംശയം. നീയല്ലേ കൂടെ ഉള്ളത്, അപ്പൊ പിന്നെ കൂടുതൽ അത്ഭുതമൊന്നുമില്ല. എന്താ ഇങ്ങനെ ഫ്രീസ് ആയി നിൽക്കുന്നേ? ഹേയ്, ഒന്നുമില്ല. ഓരോ ദിവസം കഴിയുന്തോറും ഇവളൊന്ന് സുന്ദരി ആയിക്കൊണ്ടിരിക്കുകയാണല്ലോ. അല്ല, ഞാൻ എന്തിനതൊക്കെ ശ്രദ്ധിക്കുന്നേ? കിം, അവള് നിന്റെ എനിമിയാ. ഇടയ്ക്കിടയ്ക്ക് ഈ കാര്യം മറക്കുന്നുണ്ടോന്ന് എനിക്കൊരു സംശയം ഇല്ലാതില്ല. ഇത്ര നേരം നിന്നെ വിളിച്ചിട്ട് നീ മൈൻഡ് പോലും ചെയ്തില്ല. ഇപ്പതേ നിന്റെ ഈ വിളിപ്പേര് കേട്ടപ്പോ കറക്റ്റ് കേട്ടല്ലോ. അല്ല, ഈ പേരിനോട് നീ ഇണങ്ങിയോന്നൊരു സംശയം. ഓ പിന്നെ അല്ല, പെട്ടെന്നെന്താ ഒരു ഹണിമൂൺ ട്രിപ്പ് ഒക്കെ? അല്ല, ആര് പ്ലാൻ ചെയ്തതാ? ജിംബ്രോ ആയിരിക്കും അല്ലേ? ഒരു പ്രൊമോഷന്റെ ഭാഗമായിട്ട് പോണെന്ന് പറഞ്ഞു. അതാ 3 കപ്പിൾസിനുള്ള ടിക്കറ്റ് കിട്ടി. അപ്പൊ പിന്നെ അവൻ ഒറ്റയ്ക്ക് പോകത്തില്ലല്ലോ. അവൻ എവിടെ പോവാണെങ്കിലും ഞാൻ മസ്റ്റാ. ഞാനില്ലാതെ അവൻ എവിടെയും പോകത്തില്ല. ഞങ്ങള് തമ്മില് അങ്ങനെ ഒരു ബോണ്ടിങ്ങാ. ഉദാഹരണത്തിന് ഹണിമൂണിന് പോവാൻ അവന് മാത്രം ടിക്കറ്റ് കിട്ടണമെന്ന് വിചാരിക്കേ. അവൻ ആരെ കൊണ്ടുപോകുന്ന വിചാരിക്കുന്നേ? അവിടെ നോക്ക്, ഞങ്ങൾ ഫ്രണ്ട്ഷിപ്പിന്റെ ആഴങ്ങ് തെറ്റി. അവന് ഒരു ടിക്കറ്റ് ആണ് കിട്ടണമെങ്കിൽ അവൻ എന്നെയും കൊണ്ടുപോയേനെ. എന്താ, അവനെന്റെ ചങ്ക, ഞാൻ അവന്റെ ചങ്കും. ഞങ്ങള് പോണേന് നിനക്കെന്തടി അസൂയ? ഞാൻ പറയണോണ്ട് ഒന്നും വിചാരിക്കണ്ട. കണ്ടിട്ട് ഗുരുതരാവസ്ഥ ഒന്നും തോന്നുന്നില്ല. എന്തായാലും ഇപ്പൊ ചികിത്സിച്ച പെട്ടെന്ന് തന്നെ മാറ്റിയെടുക്കാം. എന്ത് ചികിത്സിക്കുന്ന കാര്യമായി പറയുന്നേ? നിന്റെ വട്ട്. വേണ്ടേ, വെറുതെ ദേഷ്യം പിടിപ്പിക്കണ്ട. പിന്നെ ഞാൻ എന്താ പറയാ, ഇടയ്ക്കിടയ്ക്ക് ഓരോ ഭ്രാന്ത് വർത്താനാ. ഇതേ മറ്റേതാ. ഇപ്പോഴല്ലേ എനിക്ക് പിടി കിട്ടിയേ. എന്ത് മറ്റേത്?
അസൂയ 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 അസൂയക്കും കുശുമ്പിനും മരുന്നില്ലെന്നല്ലേ? നിനക്ക് ഞാൻ എന്റെ ജിമ്മ് സ്നേഹിക്കണത് കണ്ടിട്ട് അസൂയ. ഇന്റെ കർത്താവേ, മന്ദബുദ്ധി എന്ന് വിളിക്കാനുള്ള ബുദ്ധിയെങ്കിലും ഉണ്ടെങ്കിൽ അതെങ്കിലും വിളിക്കായിരുന്നു. ഇതിപ്പോ അതിനും പറ്റത്തില്ലല്ലോ. എന്തിനാ ഇവനെങ്ങനെ വഴി മറിച്ച് നിൽക്കുന്നേ? ഷോ, ഇവളിതൊക്കെ കൊളാക്കുമല്ലോ. അവളെ മൂപ്പിച്ച് വിട്ടതും പോരാ, നോക്കി നിൽക്കുന്ന കണ്ടില്ലേ, ടെലിവിഷൻ ഷോ കാണുന്ന പോലെ. ശ്രീജ, മര്യാദയ്ക്ക് വഴിന്ന് മാറ്, അതാ നിനക്ക് നല്ലത്. അങ്ങനെ എന്നെ കൊണ്ട് മാറാൻ പറ്റത്തില്ല സിദ്ധു. എനിക്ക് ഇന്ന് രണ്ടിലൊരു ഉത്തരം അറിഞ്ഞേ പറ്റൂ. ശ്രീജ, വഴിന്ന് മാറ്. എനിക്ക് എമർജൻസി ആയിട്ട് ഒരു കേസ് ഉള്ളതാ. ഇപ്പൊ തന്നെ ഹോസ്പിറ്റലിൽ പോയേ പറ്റൂ. ഇല്ല സിദ്ധു, പറ്റത്തില്ല. എനിക്കൊരു ഉത്തരം തന്നിട്ട് പോ. നീയല്ലേ 2 കൊല്ലം മുന്നേ എന്നെ വിവാഹം കഴിക്കാന്ന് പറഞ്ഞ് എനിക്ക് വാഗ്ദാനം തന്നേ. ഇപ്പൊ നീ എന്താ എന്നെ മൈൻഡ് ആക്കാതെ നിൽക്കുന്നേ? എനിക്കൊരു ഉത്തരം കിട്ടിയേ പറ്റൂ. നീ കെട്ടാണെങ്കിൽ എന്നെ തന്നെ കെട്ടാന്ന് അന്ന് എനിക്ക് വാഗ്ദാനം തന്നതാ. ആ ഒരു വാക്കിന്റെ പുറത്താ ഇന്ന് ഞാൻ ജീവിച്ചിരിക്കുന്നേ. നീ വിവാഹം കഴിക്കുകയാണെങ്കിൽ എന്നെ മാത്രം വിവാഹം കഴിക്കാൻ പറ്റൂ. നീ അതിനൊരു ഉത്തരം തന്നിട്ട് പോയേച്ചാ മതി. ശ്രീജ, ഞാൻ പറഞ്ഞ് അല്ല, എന്ത് മുഖം വെച്ചിട്ടാ നീ തിരിച്ചു വന്നേക്കണേ? അന്ന് നീ എന്ത് പറഞ്ഞിട്ടാ പോയെന്ന് നിനക്ക് ഓർമ്മയില്ലേ? അത് ഞാൻ പറഞ്ഞല്ലോ, അതന്ന് എനിക്ക് പറ്റിപ്പോയ തെറ്റാ. അതും നീ എന്റെ പുറകെ വരുന്നുള്ള ആ വിശ്വാസം കൊണ്ടാ ഞാൻ അങ്ങനെയൊക്കെ ചെയ്തേ. തെറ്റ് ആർക്കായാലും പറ്റുമല്ലോ. അത് നീ അവളെ പുറകെ പോകുന്ന വിചാരിച്ച് ആ ഒരു കളിതമാസല് ചെയ്തു പോയതാ. അതെന്തിനാ ഇപ്പൊ ഇത്രയും വലിയ കാര്യാക്കുന്നേ? വിട്ടേക്കുന്നേ. ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്, ഈ സിദ്ധാർത്ഥിന്റെ കാര്യത്തിൽ ഇടപെടാൻ ഈ വീട്ടിൽ സാറയ്ക്കില്ലാതെ വേറെ ആർക്കും അവകാശമില്ലെന്ന്. അപ്പൊ ആരും ഉപദേശിക്കാൻ വരണ്ട, മനസ്സിലായല്ലോ? അങ്ങനെ തന്നെ 4 എണ്ണം കൂടെ അവളെ മൂത്തടിച്ച മാതിരി പറഞ്ഞിട്ട് പോടാ മോനെ. കിളവി, ഈ കിളവിനെ കൊണ്ട് ചില്ല അടുങ്ങാറൊന്നല്ല. ഞാൻ എങ്ങനെങ്കിലും ഇവന്റെ കയ്യോ കാലോ പിടിച്ച് അവളൊന്ന് സമ്മതിപ്പിക്കാന്ന് വിചാരിച്ചാ ഈ കളിവ് അതിനെക്കാട്ടും വലുത്. ഇനിയിപ്പോ ഇവൻ എന്താ പറയാൻ പോണേ? അവളെ വേണ്ടെന്നങ്ങനെ പറയോ? അയ്യോ, അങ്ങനെ പറഞ്ഞാ എന്റെ പ്ലാനൊക്കെ പൊളിയല്ലോ. വിടാൻ പാടില്ല ഗിരിജ. അവൻ 4 അല്ല 8 എണ്ണം പറഞ്ഞാലും വേണ്ടില്ല. എങ്ങനെങ്കിലും അവനൊന്ന് സമാധാനപ്പെടുത്തി ഈ വിവാഹത്തിനെ സമീപിച്ചേ പറ്റൂ. അല്ലാന്നുണ്ടെങ്കിൽ സ്വത്തൊക്കെ നിന്റെ കൈ വിട്ട് പോകും, ഉറപ്പാ. പിന്നെ നീ നിന്റെ പിള്ളേരും വയ്യാതാരാവത്തേ ഉള്ളൂ. ശ്രീജ, ഞാൻ എപ്പോഴും ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്ന വരില്ല. നിനക്ക് എന്നെ പറ്റി തികച്ചും അറിയത്തില്ല, മാറിക്കോ. അഭിനയത്തില് ഇവൾ എന്നെ വെല്ലുവല്ലോ. കേപ്പിട്ടപ്പ് ശ്രീജ, കേപ്പിട്ടപ്പ്. ഇതേപോലെ നീ അവൻ എങ്ങനെങ്കിലും മടക്കാൻ നോക്ക്. എടി മന്ദബുദ്ധി, അത് കേപ്പിട്ടപ്പല്ല, കീപ്പിട്ടപ്പ്. എന്തോ ഒരു ടപ്പ്. അവർക്ക് കാര്യം മനസ്സിലായിക്കോളും. നിങ്ങളൊന്നും മിണ്ടാതിരുന്നേച്ചാ മതി. അന്നേക്കുവാ എന്നെ തിരുത്താനായിട്ട്. ശ്രീജ, എന്തേ നിർത്തിക്കളഞ്ഞേ? പറയാനുള്ളതൊക്കെ അവന്റെ മുഖത്ത് നോക്കി പറ. നിന്റെ മനസ്സൊക്കെ മനസ്സിലാക്കാനുള്ള ധൈര്യം ദർശനൊക്കെ അവനുണ്ട്. അവന് നിന്റെ ഫീലിങ്സ് ഒക്കെ മനസ്സിലാവും. ഒന്നും അല്ലെങ്കിലും അവനും അമ്മ ഇല്ലാതെ വളർന്നൊരു മോനല്ലേ. അതുകൊണ്ട് അഭിനയത്തില് ഇവളെന്റെ മരുമോളെ വല്ലുവല്ലോ. സിദ്ധു, നിനക്കെന്നെ ഇഷ്ടമില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ അത് കരുതി എനിക്ക് നിന്റെ ഭാവിനെ കുറിച്ച് ആലോചിക്കണ്ടേ? ആരെ ഭാവിനെ കുറിച്ച് ആരാലോചിക്കണെന്ന്? അത് നിന്റെ ഭാവി മാത്രല്ല, ഇതില് ഞങ്ങളെ ഭാവി അടങ്ങിയിട്ടുണ്ടല്ലോ. അതാ, നീ വരുന്ന 31-ാം തീയതിന്റെ ഉള്ളില് കല്യാണം കഴിച്ചില്ലെന്നുണ്ടെങ്കിൽ നിനക്കെന്നെ അറിയാലോ, നിന്റെ തള്ളന്റെ സ്വത്തൊക്കെ. എന്ത്? അത് പിന്നെ ചാരു, നിന്റെ അമ്മ മരിക്കണേന് മുന്നേ എഴുതി വെച്ച കാര്യം അങ്ങനെയാണല്ലോ. ഈ മാസം 31-ാം തീയതി ആവുമ്പം നിനക്ക് 26 കഴിഞ്ഞ് 27-ലോട്ട് കടക്കും. അതിനു മുമ്പായിട്ട് നിന്റെ വിവാഹം കഴിഞ്ഞിരിക്കണം എന്നാണല്ലോ നിന്റെ അമ്മ മരിക്കണ മുന്നേ എഴുതി വെച്ചിരുന്നേ. അല്ലാന്നുണ്ടെങ്കിൽ ഈ സ്വത്തുക്കൾ മുഴുവനും അനാഥയിലത്തിലേക്ക് പോകുന്നു പറഞ്ഞിട്ടല്ലേ എഴുതി വെച്ചേക്കുന്നേ. അപ്പൊ പിന്നെ ഈ സ്വത്തൊക്കെ കയ്യിൽ നിലനിർത്തണം എന്നുണ്ടെങ്കിൽ നിന്റെ വിവാഹം നടന്നില്ലേ പറ്റൂ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെല്ലാരും വഴിയാതാറാവത്തില്ലയോ? നമ്മളെല്ലാരോ? നിങ്ങള് കാര്യം നോക്കിയാ മതി. എനിക്ക് എന്റെ പെങ്ങളെ നോക്കാൻ എനിക്കറിയാം. അതിന് ഈ സ്വത്തന്നെ വേണമെന്ന് എനിക്ക് ഒരു നിർബന്ധമില്ല. സിദ്ധു, ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെ? നിന്റെ അമ്മയും അച്ഛനും എങ്ങനെ? അല്ല, നിന്റെ അമ്മന്റെ സ്വത്ത്, അതായത് നിന്റെ അമ്മമ്മയും നിന്റെ അമ്മച്ചനൊക്കെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സ്വത്തായിരിക്കത്തില്ലേ? അത് ഇങ്ങനെ അനാഥലത്തിന് തൂക്കി കൊടുക്കാനാണോ ഇത്രയും പാടുപെട്ടവര്? ദേ സിദ്ധു, അത് മാത്രല്ല, നിന്നെ വിശ്വസിച്ച് എന്റെ 3 മക്കളുണ്ട്. അവരെ കാര്യം കൂടെ നീ ആലോചിക്കണ്ടേ? നീ ഇങ്ങനെ സ്വാർത്ഥത്തിൽ ചിന്തിച്ചു കഴിഞ്ഞാ എന്റെ മക്കളെ ഭാവി എന്താവും? അല്ല, അവരതിന് എന്നെ പോലും എന്റെ അനിയത്തിനെ പോലും അനാഥരൊന്നല്ലോ. അവർക്ക് പറയാൻ അമ്മയുണ്ട്, അച്ഛനുണ്ട്. എന്തിന് മുത്തശ്ശൻ, മുത്തശ്ശി, നിങ്ങളെ ഫാമിലി എല്ലാം ഇല്ലേ? പിന്നെന്താ?
അല്ലേലും എനിക്ക് ആരെ പറ്റി അറിയണ്ട, ആരെ പറ്റി ചിന്തിക്കണ്ട. എനിക്ക് എന്റെ സാറിനെ പറ്റി മാത്രം ആലോചിച്ചാൽ മതി. അവളെ പറ്റി ആലോചിച്ച് എനിക്കൊരു ടെൻഷനും ഇല്ല. കാരണം എനിക്ക് കഴിവെന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഞാൻ ഡോക്ടറിനെ പഠിച്ചത് വെറുതെ വീട്ടിൽ കുത്തിരിക്കാനൊന്നല്ല. എനിക്ക് ഈ സ്വത്തും സമ്പത്തൊന്നും ഇല്ലെങ്കിലും എനിക്ക് എന്റെ അനിയത്തിനെ പൊന്നു പോലെ നോക്കാൻ കഴിയും. അതിനുള്ള ചങ്കുറ്റ എനിക്കുണ്ട്. നിനക്കുണ്ട് ഇല്ലാന്നൊന്നും ഞാൻ പറഞ്ഞില്ല. പക്ഷെ നീ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്ന കാരണം ഞങ്ങളെയും കൂടി അത് ബാധിക്കാം. എന്നെ ബാധിച്ചാൽ എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ തെരുവിൽ വേണമെങ്കിൽ പോയി കിടക്കുന്നു വിചാരിക്കാം. ആര്? നീയാ? ഇപ്പൊ പോയി കടന്നു തന്നെ. ഞങ്ങളെല്ലാരും പൈപ്പിച്ച് ഈ വീട്ടിൽ നിന്നാലും നിൽക്കുന്നല്ലാതെ നീ തെരുവ് പോകുന്ന ഈ ദൈവതമ്പുരാൻ പോലും വിശ്വസിക്കത്തില്ല. സിദ്ധു പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. നിനക്ക് ചുറ്റും ഇത്രയും പ്രോബ്ലം ഉണ്ട്. അതിനൊറ്റ മാർഗം നീ വിവാഹം കഴിക്കാന്നുള്ളതാ. അത് നീ എന്നെ തന്നെ കഴിക്കണം. കാരണം നീ എനിക്ക് വാക്ക് തന്നതാ. നിന്റെ ഒരു വാക്കിനെ പുറത്താ ഞാൻ ഇന്നും ഈ നിമിഷം വരെ ജീവിച്ചോണ്ടിരിക്കുന്ന സിദ്ധു. പ്ലീസ് എന്നെ കൈവിടല്ലേ. നീയും കൂടെ എന്നെ കൈവിട്ട എനിക്ക് മരിക്കാന്നുള്ളത് ഒരു മാർഗമില്ല സിദ്ധു. വഴിന്ന് മാറി സിദ്ധു എന്നോട് മാറാനാ പറഞ്ഞേ. അങ്ങനെ തന്നെ വേണം. അല്ലേലും അവന്റെ ക്ഷമയ്ക്കൊരു പരിധിയില്ലേ. പാവം എത്ര നേരം പറഞ്ഞോണ്ടിരിക്കോ ഹോസ്പിറ്റലിൽ എമർജൻസി കേസ് ഉണ്ടെന്ന്. എന്നിട്ട് ഈ അണലി രാജപാമ്പാലിയും കൂടെ അവനൊന്ന് വിടണ്ടേ. വിഷപ്പാമ്പുകൾ അവനെ ചുറ്റി നിൽക്കുക. എനിക്ക് തോന്നുന്നില്ല അവൻ ഈ മാരേജിന് ഓക്കെ പറയുന്നു. അഥവാ അവനെങ്ങനെ കഴിയൊഴിഞ്ഞ പിന്നെ ഞാൻ എന്താ ചെയ്യാ ആന്റി? വീട് ശ്രീജ ഇപ്പൊ പോയാലെന്താ? എന്തായാലും തിരിച്ചിങ്ങോട്ടന്നല്ലേ വരേണ്ടത്. അന്നേരം നമുക്ക് മടക്കാം. നീ വാ, വന്ന് ഫ്രഷപ്പ് ആവാൻ നോക്ക്. എന്താ അറിഞ്ഞാന്ന്? നീ ഒരു പെങ്കൊച്ചാ. ഇവിടെ നല്ലാതെ വേറെ എവിടെ പോയി നിൽക്കാനാ? ദേ എനിക്ക് അങ്ങനെ കണ്ണിൽ കണ്ടിട്ട് നിന്നെ വെറുതെ വിടാനൊന്നും പറ്റത്തില്ല. നീ ഒന്നല്ലെങ്കിലും എന്റെ മോളെ പ്രായ. വാ, വന്ന് അകത്ത് നിൽക്കാൻ നോക്ക്. അതൊക്കെ അവൻ വന്നാ ഞാൻ സംസാരിച്ചോളാം. നിന്നെ ഇവിടെ നിന്ന് വിട്ട് കഴിഞ്ഞാ നീ എവിടെ പോയി നിൽക്കും? ഉള്ള ഹോസ്റ്റലും വെക്കറ്റ് ചെയ്തിട്ടില്ല ഇങ്ങോട്ടേക്ക് വന്നേക്കുന്നേ. വാ, വന്ന് ഫ്രഷപ്പ് ആവാൻ നോക്ക്. ചെല്ലേ. നീ വാ, കിളവി അകത്തോട്ട് പോയിട്ടുണ്ട്. ഓക്കെ ആന്റി.